നമുക്ക് കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന ഐസ്ക്രീമിനേക്കാളും രുചിയിൽ നമുക്ക് വീട്ടിലും ഐസ്ക്രീം തയ്യാറാക്കാം. അതും കുറഞ്ഞ ഇൻഗ്രീഡിയൻസിൽ, വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ച് തയ്യാറാക്കിയിരിക്കുന്ന ഒരു കസ്റ്റേർഡ് മാംഗോ ഐസ്ക്രീമിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഇത് തയ്യാറാക്കുന്നതിനായി കസ്റ്റേർഡ് പൗഡറാണ് ഞാൻ എടുക്കുന്നത്. 2 സ്പൂൺ മാംഗോ കസ്റ്റേർഡ് പൗഡറാണ് ഇതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി ഈ പൊടിയിലേക്ക് 1/4 ഗ്ലാസ് പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ലതുപോലെ മിക്സ് ആക്കി എടുത്ത ശേഷം കസ്റ്റേർഡ് പൗഡറിൻ്റെ ഈ ഒരു കൂട്ടിനെ നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഈ ഒരു പാനിലേക്ക് 600 ml പാലാണ് എടുക്കുന്നത്. ഇതിലേക്ക് ഫുൾ ഫാറ്റ് മിൽക്ക് തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഇത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇളക്കി കൊടുക്കാം. പാല് ചെറുതായി ചൂടായി തുടങ്ങിയെന്ന് കാണുമ്പോൾ അതിലേക്ക് 2 സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയിലെ തരി ഒട്ടുമില്ലാതെ പാലിലേക്ക് നന്നായിട്ട് ചേർന്ന് വന്നിട്ടുണ്ട്. ഒപ്പം പാലിൽ ചെറിയ തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരുന്ന കസ്റ്റേർഡിൻ്റെ കൂട്ടുകൂടി ചേർത്ത് കൊടുക്കാം. കസ്റ്റേർഡ് മിക്സും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം. ഇതുപോലെ കുറുകി തുടങ്ങുന്ന പരുവത്തിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം ഒരു 1-2 സെക്കൻഡ് ഇതുപോലെ ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിനെ ചൂടോടുകൂടി തന്നെ മറ്റൊരു ഫ്രീസർ ബോക്സിലേക്ക് മാറ്റുകയാണ്. ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് ആറി വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതിൻ്റെ ചൂടെല്ലാം നല്ലതുപോലെ ആറി വന്നിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്ന് ഇതേപോലെ ഒന്ന് കവർ ചെയ്തെടുക്കുകയാണ്. ഇനി ഇത് നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും ഒന്ന് തണുപ്പിച്ചെടുക്കാം. ഇപ്പം ഇത് 1 മണിക്കൂറിന് ശേഷം ഞാൻ പുറത്തെടുത്തിരിക്കുന്നതാണ്. ഇത് നല്ലതുപോലെ തിക്കായി തന്നെ വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ ഒന്നുകൂടി ഒന്ന് ഇളക്കിയ ശേഷം നമുക്കിതിനെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് മാറ്റാം. ഞാൻ ഇതിനായിട്ട് മിക്സിയുടെ വലിയ ജാറാണ് എടുത്തിരിക്കുന്നത്. ഇത് മുഴുവനായി തന്നെ ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് ഷുഗർ ആഡഡ് ആയിട്ടുള്ള ഫ്രഷ് ക്രീമാണ്. 500 ml ആണ് ഞാൻ ഇതിലേക്ക് എടുക്കുന്നത്. ഇനി ഇതിലേക്ക് വേണ്ടത് കണ്ടൻസ്ഡ് മിൽക്കാണ്. ഇത് ഞാൻ 200 ml ആണ് ചേർക്കുന്നത്. ഇനി ഇതിനെ നല്ലതുപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഈ ഒരു പരുവത്തിലാട്ടോ നമ്മളിതിനെ അടിച്ചെടുത്തിരിക്കുന്നത്. ഇപ്പോൾ തന്നെ നല്ല ക്രീമി ടെക്സ്റ്റുള്ള ഐസ്ക്രീമിൻ്റെ പരുവത്തിൽ തന്നെ നമുക്കിതായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്ന് തണുപ്പിക്കാനായിട്ട് മാറ്റാം. ഒരു ഫ്രീസർ ബോക്സിലേക്കാണ് ഇതിനെ മാറ്റുന്നത്. ഇതിൻ്റെ മുകളിലേക്ക് ഞാനൊരല്പം കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് തികച്ചും ഓപ്ഷണലാണ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ഇങ്ങനെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനെ നന്നായി അടച്ചെടുത്ത് നമുക്ക് ഫ്രീസറിലേക്ക് മാറ്റാം. കുറഞ്ഞതൊരു 4 മണിക്കൂർ നേരമാണ് ഫ്രീസറിൽ ഇതിനെ വെക്കേണ്ടത്. 4 മണിക്കൂറിന് ശേഷം ഞാൻ ബോക്സ് പുറത്തെടുത്തിരിക്കുന്ന പരുവമാണ്. പുറത്തു നിന്നൊക്കെ മേടിക്കുന്ന ഐസ്ക്രീമിനേക്കാളും രുചിയിലാണ് ഇന്ന് നമ്മൾ ഐസ്ക്രീം തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ ഒരു റെസിപ്പി നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടെ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുതേ. അപ്പോൾ എല്ലാവരോടും ബോൺ അപ്പറ്റീത്തോ.